എടാ ഈ റീലിനെ സ്ക്രോൾ ചെയ്യാതെ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് അമല് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ റമദാൻ നമുക്ക് എന്തായാലും പിടിക്കാം ഇൻഷാ അല്ലാഹ്. ഇതേതാ മാസം? റജബ് മാസമാണ്, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, അതായത് ഷഹറുൽ ഹറാം. ഈ മാസത്തില് പ്രത്യേകമായിട്ട് നോമ്പുകളോ സലാത്ത് റഗായിബുകളോ ഇബാദത്തുകളോ ഒന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. ഇബാദത്തുകളൊന്നുമില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഷഹറുൽ ഹറാം. സ്വന്തം നഫ്സിനോട് അക്രമം കാണിക്കാതിരിക്കുക. എന്താണ് സ്വന്തം നഫ്സിനോട് ആദ്യം അക്രമം കാണിക്കാതിരിക്കുക? അതായത് എന്താണ്? പാപങ്ങൾ ഒഴിവാക്കുക. പാപങ്ങൾ ഒഴിവാക്കാനുള്ള മാസമാണ് റജബ് ഷാബാൻ. അല്ലാഹു ബാരിക് ലനാ ഫി റജബ വ ഷാബാൻ വ ബല്ലിഗ്നാ റമളാൻ. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, റജബിലും ഷാബാനിലും ബർക്കത്ത് ചെയ്യണേ, എന്താ റമളാനിലേക്ക് ഞങ്ങളെ പെട്ടെന്ന് എത്തിക്കണേ. എന്റെ അർത്ഥം എന്താ? സാരം എന്താ? റജബും ഷാബാനും പാപങ്ങൾ ഒഴിവാക്കി പ്രാക്ടീസ് ചെയ്യാനുള്ള മാസമാണ്. അല്ല റമളാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാവങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള സമയം അതല്ല. അതിന്റെ പേരിലാണ് നമ്മുടെ മുഴുവൻ പാളിപ്പോകുന്നത്. റജബ് ഷാബാനാണ് പാപങ്ങൾ പതുക്കെ 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 ഓരോന്ന് ഒഴിവാക്കി 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 റമളാനിലേക്ക് കടക്കുമ്പം ഫുള്ള് പിന്നെ ഇബാദത്ത് കൊണ്ട് എന്താ റമളാൻ നിറച്ച് റമളാൻ കഴിയുമ്പം ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്നൊരു കുട്ടിയെ പോലെ. മനസ്സിലായി? റജബ് ഷാബാൻ മുതലാക്കിയാലുള്ളൂ, പാപങ്ങൾ ഒഴിവാക്കി പ്രാക്ടീസ് ചെയ്താലുള്ളൂ റമളാൻ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുള്ളൂ. അങ്ങനെ റമളാൻ പ്രയോജനപ്പെട്ടാലുള്ളൂ ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടിയെ പോലെ നമ്മൾ ആവുള്ളൂ. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് ഈ റമളാൻ നമുക്ക് എന്തായാലും പിടിക്കണം. ഈ റജബ് ഷാബാൻ പാപങ്ങൾ ഒഴിവാക്കി പ്രാക്ടീസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പാപങ്ങൾ ഒഴിവാക്കാനുള്ള ട്രിക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം എങ്ങനെയാണ്. മാക്സിമം ഈ സന്ദേശം നിങ്ങൾ പങ്കുവയ്ക്കുക. ഈ ഇൽമ പങ്കുവെച്ച് ആരെങ്കിലും ഒരാളെങ്കിലും മാറ്റം ഉണ്ടായാൽ അതിന്റെ ഒരു അംശം നമുക്ക് കിട്ടാതിരിക്കൂല എന്തായാലും. ചിലപ്പോൾ അത് മാത്രം മതിയായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു സ്വർഗം കിട്ടാൻ.